നമസ്കാരം. സേതുമലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. കോമ്പറ്റീഷൻ ക്രാക്കർ കോഴ്സിന്റെ ഭാഗമായി ഏറ്റവും പുതിയ ചില വിവരങ്ങളാണ് ഇന്ന് സേതുമലയാളത്തിലൂടെ നിങ്ങൾക്ക് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും പല കോമ്പറ്റീഷൻ എക്സാമിനേഷൻസിലും ഏറ്റവും ആദ്യം എന്താണ്, ഏറ്റവും ആദ്യം സംഭവിച്ചത് എവിടെയാണ് എന്ന ചോദ്യം സാധാരണ കാണാറുള്ളതാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ കൈമാറുന്നതിന്റെ ഭാഗമായി ആദ്യം കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിൽ ഏറ്റവും ആദ്യം, ഇത് ഏത് PSC ടെസ്റ്റിനും എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഇവിടെ വിവര കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പറയുമ്പോൾ ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറുന്നത് എപ്പോഴും പത്രങ്ങളാണ്, അല്ലെ? ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇപ്പൊ TV-യും അതേപോലെ തന്നെ മറ്റ് ദൃശ്യമാധ്യമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ആദ്യ കാലഘട്ടത്തിൽ പത്രങ്ങളാണ് എല്ലാ വീടുകളിലേക്കും, എല്ലാ വീട്ടുകാരൊന്നും പത്രം വരുത്തിയിരുന്നില്ല. ഒരു പ്രദേശത്ത് 1, 2, 3 വീടുകളിൽ ഉണ്ടാവും. ആ വീടുകളിൽ ചെന്ന്, അല്ലെങ്കിൽ ചായപ്പീടിയിൽ ഒരു പത്രം ഉണ്ടാവും, അവിടെ ചെന്നിരുന്ന ആളുകൾ പത്രം വായിക്കുക ചെയ്തിരുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? കേരളത്തിലെ ദ ഫസ്റ്റ് ന്യൂസ് പേപ്പർ പബ്ലിഷ്ഡ് in Kerala. Which is the first published newspaper in Kerala? രാജ്യസമാചാരം. രാജ്യസമാചാരം എപ്പോഴും പല PSC ടെസ്റ്റിനും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. രാജ്യസമാചാരമാണ് ഏറ്റവും ആദ്യം പബ്ലിഷ് ചെയ്ത കേരളത്തിലെ പത്രം എന്ന് പറയുന്നത്, ആദ്യ പത്രം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ദൃശ്യമാധ്യമം എന്നുള്ള നിലയ്ക്ക് ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സിനിമയാണ്, ആണല്ലോ. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് തറ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ മേപ്പോട്ട് നോക്കിയിട്ട് സിനിമാ കൊട്ടായങ്ങളിൽ പോയിട്ട് സിനിമ കണ്ടിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള, കേരളത്തിലാണ് പിന്നെ പറയുന്നത് ആദ്യത്തെ സിനിമ എല്ലാവർക്കും അറിയാം, അല്ലേ? ഏതാണ് സിനിമ? മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. വിഗതകുമാരൻ. ഏറ്റവും ആദ്യം അപ്രപാളികളിൽ ഉണ്ടായിട്ടുള്ള സിനിമ എന്ന സാങ്കേതിക തനിമ മുഴുവൻ ഉള്ള ദൃശ്യ വിരുന്നിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ വിഗതകുമാരൻ. എന്നാൽ ഈ വിഗതകുമാരന് ശബ്ദം ഉണ്ടായിരുന്നില്ല. ശബ്ദവും കൂടി ഉണ്ടായിട്ട് സിനിമ എന്നുള്ള രീതിയിൽ ആദ്യമുണ്ടായിട്ടുള്ള ശബ്ദചിത്രം, കേരളത്തിൽ ആദ്യമുണ്ടായിട്ടുള്ള ശബ്ദചിത്രം, മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് പറയുക? ബാലൻ. ബാലൻ. ആദ്യത്തെ ശബ്ദചിത്രം ബാലനാണ്. അപ്പൊ ആദ്യ കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറഞ്ഞു. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളാണ് പ്രേംനസീറിന്റെയും സത്യന്റെയും കൊട്ടാരക്കരയുടെയും ഒക്കെ ധാരാളം സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിലാണ് ഇപ്പോഴും നമ്മളെയൊക്കെ കോൾമീർ കൊള്ളിക്കുന്ന, നമ്മളെയൊക്കെ ആനന്ദതുന്തിലരാക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ അന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിലാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീടാണ് ഈസ്റ്റ്മാൻ കളറും ഒക്കെ വന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കളർ ചിത്രം ഏതാണ്? ഏതാണ് ആദ്യത്തെ കളർ ചിത്രം? കണ്ടം വെച്ച കോട്ട്. ആദ്യത്തെ കളർ ചിത്രം കണ്ടം വെച്ച കോട്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ കേരളം എന്നുള്ള സംസ്ഥാനം, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ഈ 3 പ്രവിശ്യകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് കേരളം എന്ന സംസ്ഥാനം രൂപീകൃതമായപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ജനകീയ മന്ത്രിസഭ അധികാരത്തിൽ ഏറ്റെടുത്തു. ആ അധികാരത്തിൽ വന്ന ഏറ്റവും ആദ്യത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയണ്ടാവും. ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നു മാത്രം. ആരാണ്? EMS എന്ന
ത്രക്ഷരിയിൽ അറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും മഹാന്മാരിൽ ഒരാളായിട്ടുള്ള എം ശങ്കരൻ നമ്പൂതിരിപ്പാട്, ഏലംകുളത്ത് മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി പിന്നെ EMS ആയിരുന്നുവെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ, കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു? ജ്യോതി വെങ്കിടാചലം. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ജ്യോതി വെങ്കിടാചലം. കേരളത്തില് വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടപ്പോൾ, വനിതകളുടെ പ്രശ്നങ്ങളിലൊക്കെ ധാരാളം ഇടപെടുന്ന വനിതാ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടപ്പോൾ ആ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ കേരളത്തിലെ പ്രിയങ്കരിയായ വനിതകളുടെ കൂടി വിമോചക പ്രവർത്തകയായിട്ടുള്ള ഒരു കവയത്രിയായിരുന്നു. ആരാ? പേര് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ? ദിവംഗതയായ സുഗതകുമാരി. പ്രകൃതിയെ ഏറെ സ്നേഹിച്ച സുഗതകുമാരിയാണ് കേരളത്തിലെ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആരാ? പത്മ രാമചന്ദ്രൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമചന്ദ്രൻ. മറ്റൊന്ന്, പോസ്റ്റ് ഓഫീസില് പോസ്റ്റൽ സ്റ്റാമ്പ് നമ്മൾ വാങ്ങാറുണ്ട്. ഈ പോസ്റ്റൽ സ്റ്റാമ്പ് കളക്ഷൻ പലരുടെയും ഹോബിയാണ്, അല്ലെ? വിവിധ സ്റ്റാമ്പുകൾ രാഷ്ട്രത്തിന്റെ വേഗതയാർന്ന മുന്നോട്ട് പോക്കിൽ പല ഇവന്റുകളെയും ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി സ്റ്റാമ്പുകൾ ഇറക്കിയിട്ടുണ്ട്. യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട്, ഭരണാധികാരികളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ സ്റ്റാമ്പുകൾ ഇറക്കിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി, പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു കേരളത്തിന്റെ. ആരാ? ശ്രീനാരായണ ഗുരു. പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. എന്നാൽ ഈ പോസ്റ്റൽ സ്റ്റാമ്പിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി വനിത ആരാണ്? മലയാളി വനിത, പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി വനിത അൽഫോൻസാമ്മ ആണ്. ആദ്യത്തെ അൽഫോൻസാമ്മയാണ് ആദ്യത്തെ വനിത പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളീയ വനിത എന്ന് പറയുന്നത്. ഒളിമ്പിക്സ് നമ്മളെയൊക്കെ ആവേശം കൊള്ളിക്കുന്ന ഒരു ലോക കായിക മത്സരങ്ങളുടെ വേദിയാണ്. ഒളിമ്പിക്സ് സ്വർണം നേടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മുടെയൊക്കെ, അല്ലെ? ഇന്ത്യയിലെ വളരെ പരിമിതമായ തോതിൽ മാത്രമാണ് ഒളിമ്പിക്സ് മെഡൽ തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്നാൽ ഒളിമ്പിക്സിന്റെ ഫൈനലിൽ കേരളത്തിന്റെ വേഗതയാർന്ന ഒരു ഓട്ടക്കാരി, കടപ്പുറത്ത് ഓടി ഓട്ടം പഠിച്ച ഒരു ഓട്ടക്കാരി, കേരളീയ വനിത, കേരളത്തിലെ ആദ്യത്തെ കേരളീയ വനിത ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയത് ആരാണ്? എല്ലാവരുടെയും നാവിൻ മുമ്പിലുണ്ട്. എന്താണത്? PT ഉഷ, നമ്മുടെ പ്രിയപ്പെട്ട PT ഉഷ. ഓക്കെ, കേരളീയ വനിത PT ഉഷ. രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളി, അതൊരു വനിതയാണ്. രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളി ആരാണ്? KM ബീനാമോൾ. KM ബീനാമോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കുക. തുടർന്ന് നമുക്ക് കേരളത്തിൽ ആദ്യം ഉണ്ടായിട്ടുള്ള മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് അടുത്ത വീഡിയോകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇത് അതിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട്, അതിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിൽ ഹൃദിസ്ഥമാക്കുക. അല്ലാതെ വെറുതെ കാണാപ്പാടം പഠിക്കുക എന്നുള്ള രീതിയിൽ പോയാൽ പോരാ. കേരളത്തിലെ ആദ്യത്തെ, അതേപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ, അതേപോലെ ഇന്ത്യയിലെ ആദ്യത്തെ എന്നൊക്കെ പറയുന്നത്
പലപ്പോഴും ഇത്തരത്തിലുള്ള മത്സര പരീക്ഷകൾക്കും ക്യൂസ് മത്സരങ്ങൾക്കും ഒക്കെ ഇഷ്ടവിഷയമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഞാൻ ഈ സേതു മലയാളത്തിലൂടെ കൈകാര്യം ചെയ്യാം എന്ന് വിചാരിച്ചത്. കോമ്പറ്റീഷൻ സക്സസ് ക്രാക്കർ കോഴ്സിന്റെ ഭാഗമായി ഇത്തരം വിവരങ്ങൾ ഇനിയും നിങ്ങൾക്ക് തരാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാവരും സേതു മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, സേതു മലയാളം ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം.